എന്നെ എവിടുന്ന് ഒഴിവാക്കിയിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ജീവിക്കണം അല്ലേ? കാണിച്ചു തരാം. നിങ്ങളെ ഞാൻ ഇവിടെ ജീവിപ്പിക്കാം. ഒറ്റയ്ക്ക് തന്നെ ജീവിപ്പിക്കാം. നീ എന്തേ കാണിക്കുന്നോ? ഇതെന്ത് ഭ്രാന്ത്? ഇനി കാണാൻ കിടക്കുന്നതല്ലേ യഥാർത്ഥ ഭ്രാന്ത്? വാതില് തുറക്കാനാ പറഞ്ഞേ. ഡെയ്സി വാതില് തുറക്കാൻ. ഡെയ്സി വാതില് തുറക്കാൻ. ഡെയ്സി വാതില് തുറക്കാൻ. ഡെയ്സി നിന്നോടാ പറഞ്ഞേ എടി വാതില് തുറക്കാൻ. ഏട്ടാ ഡെയ്സി അകത്തേറി എന്തെങ്കിലും കടങ്ങി ചെയ്യോ? ഡെയ്സി വാതില് തുറക്കാനാ പറഞ്ഞേ. ഡെയ്സി എടി വാതില് തുറക്കാൻ. കണ്ടില്ലേ, സ്നേഹനിധിയായ എന്റെ ഭർത്താവ്, താലി കെട്ടിയ എന്റെ പുരുഷൻ എന്റെ അടുത്ത് കാണിച്ചു കണ്ടില്ലേ? ഡെയ്സി എടി തുറക്കാൻ. അയാൾക്കിപ്പൊ ഞാൻ വേണ്ട, അയാളുടെ കാമുകി മതി. അതിനെന്നെ അയാൾ കൊല്ലാൻ നോക്കുക. ഡെയ്സി നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. അയാൾ എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലിടിച്ച് എന്നെ മുറിവായി കാണുന്നത്. ഡെയ്സി മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എന്നെ ഇവിടെ ഇട്ട് കൊന്നുകളെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജീവൻ രക്ഷാർത്ഥം ഒരു മുറിയിൽ കയറി കഥ കടച്ചിരിക്കും. നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എനിക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ ഭർത്താവായ ശിവന് മാത്രം. വാതിൽ തുറക്കാനാ പറഞ്ഞേ. കണ്ടില്ലേ, എന്നെ കൊല്ലാനായിട്ട് അയാൾ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാനുള്ള ശ്രമം. ഡെയ്സി വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും. നിന്നെ അവിടെ ഇട്ട് പച്ചയ്ക്ക് ഞാൻ കത്തിക്കും. കേട്ടല്ലോ പറഞ്ഞത്. ഇത്രയേറെ ഉപദ്രവിച്ചിട്ട് അയാൾക്ക് കലി അടങ്ങിയിട്ടില്ല. എന്നെ കൊന്നാലേ കലി അടങ്ങുള്ളൂന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ഞാൻ എങ്ങനെയാ വാതിൽ തുറന്നു ചെല്ലുക? ജീവനിൽ ആർക്കാ പേടിയില്ലാത്തത്? ഡെയ്സി വാതിൽ തുറക്ക്. ഡെയ്സി മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞേ. എന്നെ രക്ഷിക്കണം. ഇയാളൊരു സൈക്കോ കില്ലറാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡെയ്സി വാതിൽ തുറക്കാനാ പറഞ്ഞേ. സ്ത്രീകളെ ദ്രോഹിക്കുന്നതില് സന്തോഷം കണ്ടെത്തുന്ന ക്രൂരനായ ഒരു സൈക്കോ ഏത് പെൺകുട്ടികളെ അയാൾ വലയിലാക്കും. കളക്ടർ ശാലിനി വിഷ്ണുവിനെ വരെ അയാൾ വലയിലാക്കി കഴിഞ്ഞു. നിന്നോടാ പറഞ്ഞ വാതിൽ തുറക്കാൻ. ഇന്നത്തെ അയാളുടെ ഇര ഞാനാണെങ്കിൽ നാളെ നിങ്ങളുടെ പെങ്ങളോ മകളോ ഭാര്യയോ ആവാം. അയാളുടെ ലക്ഷ്യം സ്നേഹിച്ച് പീഡിപ്പിക്കുക. ഇതൊരു തരം ഭ്രാന്ത. കണ്ടില്ലേ, എന്റെ തലയൊക്കെ പൊട്ടി ചോരൊലിക്കുന്നത്. എന്റെ തലയുടെ ഭിത്തിയിൽ ഇടിച്ചു പൊട്ടിച്ചതാ. സ്ത്രീകളെ സ്നേഹിച്ച് വശീകരിച്ചിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക, അതിൽ ആനന്ദം കണ്ടെത്താ. നിന്നോട് വാതിൽ തുറക്കാനാ പറഞ്ഞേ. നാളെ ചിലപ്പോ റെയിൽവേ ട്രാക്കിൽ എന്റെ ജഡം കണ്ടാൽ എന്നെ അയാൾ കൊന്നുകൊണ്ടിട്ടതാന്ന് മനസ്സിലാക്കിയാ മതി. അവള് ചാവുന്നെങ്കിൽ അവിടെ കിടന്ന് ചാവട്ടെ, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനിപ്പോ? ഡെയ്സി വാതിൽ തുറക്ക്. ഡെയ്സി വാതിൽ തുറക്കാനാ പറഞ്ഞേ. ഡെയ്സി വാതിൽ തുറക്ക്. മതി, ഇത്ര മതി. ഈ മതയനെ തളയ്ക്കാൻ ഇത് തന്നെ ധാരാളം. എന്നെ അയാൾ കൊന്നുകൊണ്ടിട്ടതാന്ന് മനസ്സിലാക്കിയാ മതി. എല്ലാം വേണ്ട പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്.